ചോദ്യ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇവർക്ക് 6ലാണ് ശനി നിൽക്കുന്നത്. 6ലേക്ക് 5ാം ഭാവത്തിലുണ്ടായിരുന്ന ശനീശ്വരൻ 6ലേക്കാണ് വരുന്നത്. 6ലെ ശനീശ്വരൻ നല്ലതാണ്. പാപഗ്രഹങ്ങൾക്ക് 6ാം ഭാവമൊക്കെ നല്ലതാണ്. അപ്പോൾ ഈ മീനൻ രാശിയിലാണ്, അതുകൊണ്ട് ശനി മീനത്തിൽ നിൽക്കുന്നത് ചോദ്യ നക്ഷത്രക്കാർക്ക് നല്ലതാണ്. പിന്നെ അവർക്ക് അഷ്ടമത്തിലായിരുന്നു അവരുടെ വ്യാഴം നിന്നിരുന്നത്, അത് 9ാം ഭാവത്തിലേക്ക് മാറുന്നുണ്ട്. 9ലെ വ്യാഴം ഏറ്റവും നല്ല സമയമാണ് 9ാം ഭാവത്തിലേക്ക് വ്യാഴം വരുന്നത്. അപ്പോൾ മെയ് മാസം 14-ാം തീയതിയാണല്ലോ വ്യാഴത്തിൻ്റെ മാറ്റം. പക്ഷേ ശനി മാർച്ച് 29-ാം തീയതി നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ എത്ര ശത്രുക്കളുണ്ടെങ്കിലും അവരെയൊക്കെ ജയിച്ച് വരാൻ പറ്റുന്നൊരു സമയമാണ് ഇപ്പം ഇനി വരുന്നത്. പക്ഷെ ഇവിടെ 5ാം ഭാവത്തിൽ രാഹു വന്നിട്ടുണ്ട്. അപ്പോൾ സന്താനങ്ങൾക്ക്, ഇപ്പം അതായത് ഈ ചോദ്യ നക്ഷത്രക്കാരുടെ സന്താന ഭാവങ്ങൾക്ക് ദോഷങ്ങൾ ദുരിതങ്ങളൊക്കെ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അത് ശ്രദ്ധിക്കണം. അതിൽ പക്ഷേ 9ാം ഭാവം നമ്മുടെ സന്താന ഭാവമാണ്. 9ലാണെങ്കിൽ വ്യാഴം നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് വലിയ പ്രതിസന്ധിയല്ല. എങ്കിലും ആ 9ാം ഭാവത്തിൽ നിന്ന് ഈ 5ലേക്ക് വ്യാഴം നോക്കുന്നുണ്ട് രാഹുവിനെ. ലഗ്നാല് 7, 8, 9 9ാം ഭാവത്തിലേക്ക് നോക്കുന്നത് കൊണ്ട് വലിയൊരു ബുദ്ധിമുട്ടല്ല. എന്നാലും ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ചോദ്യ നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം ശനിയെ നന്നായിട്ട് ആരാധിക്കുകയും നമ്മുടെ കർമ്മത്തിൽ വളരെയധികം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഭാഗ്യാധിപനായിട്ട് ഭാഗ്യത്തെ കൊടുത്ത് നമുക്ക് വ്യാഴം ഇവിടെ വന്ന് നിൽക്കുകയാണ് 9ൽ. അപ്പം ആ വ്യാഴനെ ഏറ്റവും നന്നായിട്ട് എടുക്കുക. ഉപാസനയൊക്കെ ചെയ്യുന്നവർക്കും നല്ലതാണ്. അപ്പോൾ രാഹു ജ്ഞാനത്തെ തരുന്നൊരു ഗ്രഹമാണ് രാഹു. പിന്നെ 11ലാണ് നമ്മുടെ കേതു വന്ന് നിൽക്കുന്നത്. രാഹു കേതു ഏതൊരു ഗ്രഹത്തിനും 11ാം ഭാവം ഏറ്റവും നല്ലൊരു ഭാവമാണ്. അപ്പോൾ ആ 11ാം ഭാവത്തിൽ വരുമ്പോഴും ഏറ്റവും നല്ലതായിട്ട് നിങ്ങൾക്ക് അഷ്ടമത്തിലെ വ്യാഴത്തിൻ്റെ മാറ്റമൊക്കെ കഴിഞ്ഞ് ഒരു ആശ്വാസം കിട്ടുന്ന ഒരു വർഷമാണ് ഈ ഒരു വർഷം. അപ്പോൾ ചോദ്യ നക്ഷത്രക്കാർ വ്യാഴത്തെ നന്നായിട്ട് ഭജിക്കുക. അതേപോലെ തന്നെ ദേവീക്ഷേത്രത്തിൽ പോവാം. ദേവീക്ഷേത്രത്തിൽ പോയിട്ട് പറ്റത്തക്ക വഴിപാടുകൾ ചെയ്യുക. ചുവന്ന പൂക്കൾ കൊണ്ട് അർച്ചന കൊടുക്കുക. വ്യാഴത്തെ നന്നായിട്ട് ഭജിച്ചാൽ മതി. ഈ പ്രാവശ്യം ഈ ഒരു വർഷം ഏറ്റവും നല്ല ഫലങ്ങളാണ് ചോദ്യ നക്ഷത്രക്കാർക്ക് വരുന്നത്.